ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സെക്യൂരിറ്റി സിസ്റ്റമാണ് പരിചയപ്പെടുത്തി തരുന്നത്. അതായത് നിങ്ങളുടെ വീട്ടിലേക്കോ അതേപോലെ ഇതുപോലെ സ്ഥാപനങ്ങളിലേക്കോ ഒരു സെക്യൂരിറ്റി അലാറം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യുന്നതിനോട് എന്താ ഉപകാരം എന്ന് വെച്ചാൽ നമ്മൾ രാത്രി ഷോപ്പൊക്കെ അടിച്ച് പോയി അതുപോലെ വീട്ടിലില്ലാത്ത സമയത്താണെങ്കിൽ വീട്ടിലൊക്കെ ഇതുപോലെ ഒരു സെൻസർ മോഷൻ സെൻസർ ഫിക്സ് ചെയ്യാം. ഇത് നമ്മളെ ഡോർമലുണ്ട് കേട്ടോ. ഇങ്ങനെ സെൻസർ ഫിക്സ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഷോപ്പിലേക്ക് അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്കാണെങ്കിൽ വീട്ടിലേക്ക് ആൾ കടന്നു കഴിഞ്ഞാൽ ഈ ഡോറ് തുറന്ന് ആൾ കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോണിലേക്ക് നേരെ റിങ് ചെയ്യും. അതുപോലെ തന്നെ ആ ഡോറിൻ്റെ മുകളിൽ ഒന്നുകൂടി വെച്ചിട്ടുണ്ട്. ആ ഡോർ ഗ്ലാസ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഫോണിലേക്ക് റിങ് ചെയ്യും. ആ റിങ് അങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്ത് പോകുന്ന സമയത്ത് അതേമാതിരി വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്ന സമയത്താണ് വീട്ടിലാണ് വെച്ചതെന്ന് വെച്ചാൽ ഇതിൻ്റെ റിമോട്ട് വഴി നമുക്കിത് ഓൺ ചെയ്യാം. ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്ത് പോകുമ്പോൾ ഇത് ഓൺ ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ നമുക്ക് ഷോപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം തുറന്നിട്ട് കോൾ വരുന്നത് കാണിക്കാം. അപ്പോൾ ഞാൻ ഷോപ്പ് ക്ലോസ് ചെയ്യാണ് കേട്ടോ. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റിമോട്ട് കൊണ്ട് ഇത് ഓൺ ചെയ്യും. ഓൺ ചെയ്യുമ്പോൾ അതേപോലെ ഫോണിലേക്ക് മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നു കേട്ടോ, ആമിട് തന്നിട്ട്. അപ്പോൾ ഇത് ഓണായി. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഷോപ്പ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഷോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണം എന്നുള്ളത് നോക്കാം. ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ കേട്ടോ. ഷോപ്പ് ഓപ്പൺ ചെയ്ത് ഷോപ്പ് ഉള്ളിലേക്ക് കണ്ടില്ലേ, കണ്ടോ അലാറത്തിൻ്റെ സൗണ്ട്. അതുപോലെ തന്നെ ഫോണിൽ അതേ സമയത്ത് നോട്ടിഫിക്കേഷനും വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ രണ്ട് സെൻസറും ഇനിയിപ്പോൾ എത്ര സെൻസർ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുമോ അത്രയും സെൻസർ നമുക്ക് എവിടെ നിന്നാണ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നത് വെച്ചാൽ ആ സെൻസർ വെച്ചിട്ട് നമുക്ക് അലാറം വന്നുകൊണ്ടിരിക്കും. അലാറം വരുന്ന സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ കോളും വരാം. നമുക്ക് നോക്കാം കേട്ടോ, കോൾ വരുന്നത് കാണാം. കണ്ടോ, ഇപ്പോൾ ഇതിലൊരു സിം കാർഡ് ഉണ്ട്. ആ സിം കാർഡിലാണ് ഇപ്പോൾ ഞാൻ സേവ് ചെയ്ത് വെച്ച നമ്പറാണ് എമർജൻസി അലാറം എന്നുള്ളത്. കണ്ടോ, ഇങ്ങനെ കോൾ വരും. ഇങ്ങനെ 5 നമ്പറിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിലേക്ക് ഇത് റിങ് ചെയ്യണേ, ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നേരെ അടുത്ത നമ്പറിലേക്ക് പോകും. ഒരു കോൾ എടുത്തില്ലെങ്കിൽ പിന്നെ അടുത്ത നമ്പറിലേക്ക് പോകും. അങ്ങനെയെല്ലാം സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് പിന്നെയും കോൾ വന്നുകൊണ്ടിരിക്കും കേട്ടോ. നമ്മൾ കോൾ എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലിങ്ങനെ പറയും ഏതാണ് ഡിറ്റക്ട് ചെയ്തതെന്നുള്ളത്. അതുപോലെ തന്നെ അടുത്ത അലാറം വരും. അത് നമുക്ക് എന്ത് ചെയ്യുക, ആ സമയത്ത് നമുക്ക് ഇങ്ങനെ അലാറം വരുന്ന സമയത്ത് നമുക്ക് നേരെ ക്യാമറ ഓപ്പൺ ആക്കി എന്താണ് ഇതിനുള്ളിൽ നടക്കണമെന്ന് നോക്കാം. ഇനി എന്തെങ്കിലും റോബറി ആണെങ്കിൽ നമുക്ക് പോലീസിനെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് വരുന്നേക്കാണ് ഏറ്റവും ബെറ്റർ പോലീസിനെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇത് സ്ഥാപനങ്ങളിലും വീടുകളിലും എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് നമ്മൾ എത്രയോ സിസ്റ്റം അപ്ഡേറ്റഡ് ആണ്. കാരണം ഒരു സെക്യൂരിറ്റിനെ വെക്കണേക്കാളും എത്രയോ ആദായമാണ്. കാരണം എത്രയോ ഇതിന് 20 ചില്ലാൻ ഉറുപ്പിയാണ് ഇതിന് വന്നത് കേട്ടോ. മൊത്തം ഈ സെൻസർ അടക്കം രണ്ട് സെൻസറും ഈ ഒരു സിസ്റ്റം ആണെങ്കിൽ 19,500 രൂപ വന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്ത് തന്നെയാണ് ഇത് ചെയ്ത് അലർട്ട് തന്നിട്ട് അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. ആവശ്യമുള്ളവർ അവരെ കോൺടാക്ട് ചെയ്യുക. ഇത്തരം സിസ്റ്റങ്ങൾ ഉപയോഗിക്കുക. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ടാവും.